വേടൻ്റെ കൂടെ ട്രാവൽ ചെയ്ത സമയത്ത് ജ്യൂസിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചു. അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയി. ജാസിക്ക് പേടിയാണ് ഡൗൺ സർജറി ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പുറത്ത് പോകുമ്പോൾ സ്ത്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയാണ് ആൾക്കാരുടെ പല പേരുകൾക്കും വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ കുണ്ടൻ എന്ന പേര് വിട്ട് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ സർജറി ചെയ്യാത്ത ഒരു ട്രാൻസ്പേഴ്സൺ ലേഡീസിന്റെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരാള് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങിയ ഒരു സ്ഥലം അയാൾ കണ്ടുപിടിക്കും. അവിടത്തേക്ക് അയാൾ എന്നെ ക്ഷണിക്കും. അനുവാദമില്ലാതെ ഡ്രസ്സിന്റെ ഹൂക്ക് അഴിക്കാൻ പറ്റുമായിരുന്നു. അനുവാദമില്ലാതെ പാൻറ്റ്സ് അഴിക്കാൻ പറ്റുമായിരുന്നു. എന്റെ കൺസേൺ ഇല്ലാതെയാണ് അവൻ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചത്. പൊട്ടക്കണ്ണം മാവിൽ എറിയുന്നത് പോലെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നിൽ കൊണ്ടുവന്നിട്ട ഒരു കലയാണ് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കല. ഇത്രയും അനുഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു മോചനമാണോ ഒരു ഒളിച്ചോട്ടമാണോ എന്ന് നമുക്ക് തോന്നി. വേടന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും അനൗൺസ് ചെയ്യുമ്പോൾ 2 ദിവസത്തിന് മുമ്പ് ചില ബന്ധങ്ങളാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചോദിച്ചാൽ ചില പ്രണയബന്ധങ്ങളാണോ? ഇവറ്റകൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ലോകം ഉണ്ടായ കാലം മുതൽ ജെൻഡറിന്റെ പേരിലും സെക്സിന്റെ പേരിലും സെക്ച്വാലിറ്റിയുടെ പേരിലും പണത്തിന്റെ പേരിലും പദവിയുടെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും കുടുംബ മഹിമയുടെ പേരിലും ഒക്കെ വേർതിരിവുകൾ നടക്കും. ഒരു അപ്പാപ്പൻ ഇങ്ങോട്ട് വന്നിട്ട് ഡോർ തുറക്കുന്നത് പോലെ നിന്നിട്ട് അയാൾ എന്റെ ബ്രസ്റ്റിന്മേൽ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ് ഹലോ നമസ്കാരം. എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ വുമൺ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു സർവൈവർ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട രഞ്ജുമ്മയാണ്. രഞ്ജുമ്മ നമസ്കാരം. എന്നാണ് വിശേഷം? സുഖം. ഓക്കെ, നമ്മുടെ ടൈമിങ് കുറച്ച് മാറിപ്പോയല്ലേ? അത്രേ ഉള്ളൂ. അപ്പം നമ്മളെന്നും കണ്ട അതേ സ്നേഹത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സർവൈവർ എന്ന് പറയാൻ കാരണം ഈ അടുത്ത് കണ്ട രഞ്ജുമ്മയിൽ ഞാൻ മുമ്പ് കണ്ടതിൽ നിന്ന് ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പം ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും സംസാരമാണെങ്കിലും രീതിയാണെങ്കിലും ഞാനിപ്പം ഇരിക്കുന്ന ഒരു ഇരുത്തം ഉണ്ടല്ലോ, അതിൽ തന്നെയൊക്കെ ഒത്തിരി മാറ്റമുണ്ട്. സ്വയം മെൻ്റലി ഫിസിക്കലി ഒന്ന് ഡ്രിമ്മായോ? തീർച്ചയായിട്ടും. ഞാൻ മുമ്പൊക്കെ പറയുമായിരുന്നു ഹൂ ആം ഐ എന്നത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഹൂ ആം ഐ എന്നുള്ളത് ഞാനിപ്പം എന്നോട് തന്നെ ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തി. അപ്പം ഞാനൊന്ന് കോമ്പാക്റ്റ് ആകണമെന്ന് തോന്നി. മെൻ്റലി ഫിസിക്കലി ടോട്ടലി ചേഞ്ച് ആയെന്ന്. അതിനെന്തൊരു പ്രത്യേക റീസൺസ് ഉണ്ടോ? ചില അനുഭവങ്ങൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുഭവങ്ങൾ തന്നെയാണ് ഓരോ മനുഷ്യരെയും ഓരോ വഴികളിലൂടെ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെയാണ് പലപ്പോഴും പലർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ഈവനിപ്പോൾ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ട്രാൻസ് പീപ്പിൾസിനാണെങ്കിലും തെറ്റ് പറ്റുന്നത് അവിടെയാണ്. നമ്മുടെ ചൂസിങ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എന്നെ സംബന്ധിച്ചും ഞാനൊരു തുറന്ന പുസ്തകം പോലെ ആയിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പണപ്പായിട്ട് ഞാൻ പറയുന്ന ആളായിരുന്നു എല്ലാവരോടും. ഈവനിപ്പോൾ മീഡിയയോടാണെങ്കിലും എൻ്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ടിനോടാണ് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് എന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലായി തുടങ്ങി. പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, ഒരു ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എപ്പോഴും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉള്ളത് ഇഷ്ടമാണല്ലോ. അപ്പൊ അപ്പുറത്തെ ഇപ്പുറത്തെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായാനും ചരിയാനും ഒക്കെ കുറച്ചുകൂടി ഈസി. പ്രത്യേക ഒരു ക്ഷീണമൊക്കെ വരും. എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ക്ഷീണം തോന്നാറില്ല. ഒറ്റയ്ക്ക് എനിക്കിപ്പോ കുറച്ചും കൂടി എന്താ പറയാ, ഞാൻ എന്നെ കൂടുതൽ റിയലൈസ് ചെയ്ത് എനിക്ക് പൊതുവേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ മുറിയിലിരുന്ന് എൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കി വെക്കുക, അലമാരിയൊക്കെ തുടച്ച് വൃത്തിയാക്കുക, ഷെൽഫൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് വെക്കുക, പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി ബെഡൊക്കെ നല്ല നീറ്റാക്കി വെക്കുക, അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങളോടുകൂടി അങ്ങനെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ അതിനിടയിൽ എപ്പോഴോ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നു. കയ്യിൽ നിന്ന് പോയിരുന്നു, സത്യമായിട്ടും കയ്യിൽ നിന്ന് പോയിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഫഷൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം
പൊട്ടക്കണ്ണം മാവിലെറിയുന്നത് പോലെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നിൽ കൊണ്ടുവന്നിട്ട ഒരു കലയാണ് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കല. അതെ. അവിടെ നിന്ന് ഞാൻ കുറേയൊക്കെ യാത്ര ചെയ്തു, കല്ലും മുള്ളും ഒക്കെ ചവിട്ടി മെതിച്ച് ഇടിയും തൊഴിയും ഒക്കെ കൊണ്ട് ഞാൻ എവിടെയോ ഒക്കെ എത്തിപ്പെട്ട ഒരാളാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ എവിടെ വെച്ചിട്ട് എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യാൻ മറ്റൊരു മിസ്റ്റേക്ക് എനിക്ക് കാണേണ്ടതായിട്ട് വന്നു. ആ മറ്റൊരു മിസ്റ്റേക്കിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ടോട്ടലി ഡൗൺ അല്ല, ഞാനൊരു വലിയ ഒരു തെറ്റുകാരി എന്നുള്ള രീതിയിൽ ആകേണ്ടി വന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് രണ്ടു കൂട്ടർക്കും അറിയാം. ചില ബന്ധങ്ങളാണോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചോദിച്ചാൽ ചില പ്രണയബന്ധങ്ങളാണോ? നോ, പ്രണയബന്ധം. എനിക്ക് പ്രണയബന്ധങ്ങളില്ലായിരുന്നു. ആ പ്രണയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ സർജറിക്ക് മുമ്പുള്ള ഒരു വൺ വേ ട്രാക്ക് പ്രണയങ്ങളായിരുന്നു. അങ്ങോട്ടായിരുന്നു എനിക്ക് കൂടുതലും അങ്ങോട്ടായിരുന്നു. ഈവൻ ഇപ്പൊ തിരുമേനിയെ പ്രണയിച്ചതാണെങ്കിലും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ സ്കൂളിൽ എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച ഒരുത്തനെ ഞാൻ പ്രണയിച്ചത് പോലും അവൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഈ ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുമ്പോ നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ഒതുങ്ങും. ഇവനിപ്പം ഹോർമോൺ ട്രീറ്റ്മെന്റ്, സർജറി, നമ്മുടെ ബോഡി അങ്ങ് വല്ലാണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്കാവും. നീ ഒരു പെണ്ണാണ്. അപ്പൊ പണ്ടത്തെ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പോഴാണ് റിയലൈസിങ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു വസ്തു താഴെ വീണ നമ്മൾ ജസ്റ്റ് പൊക്കി ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് അത് എടുക്കാൻ നോക്കുക. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ സോണിൽ യാത്ര ചെയ്യുക, ഇതൊക്കെ നമ്മളെ അറിയാണ്ട് വന്നതാണ്. അതെല്ലാം എനിക്ക് ആഫ്റ്റർ സർജറിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളാണ്. പെട്ടെന്ന് നമുക്കൊരു സുഹൃത്ത് വരുമ്പോൾ ആ സുഹൃത്ത് ഒരു നല്ലൊരു സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെല്ലാം മറന്നു പോകും. ചിലപ്പോൾ നമ്മുടെ മറ്റുള്ള ബന്ധങ്ങളെ മറക്കും, നമ്മുടെ കുടുംബങ്ങളെ മറക്കും, നമ്മുടെ പ്രൊഫഷനെ മറക്കും, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ മറക്കും. നമുക്കൊരു ഒരു ലോകം ഇത് തന്നെയായി മാറും. ഇതാണ് എന്റെ ലോകം എന്ന് ഒരു നിമിഷത്തിൽ ചിന്തിച്ചു പോയ ഒരു സമയം. ഇതാണ് എന്റെ ലോകം എന്നതിനേക്കാൾ ഉപരി എനിക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് ഒരാളുണ്ട് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു എന്നെ നയിച്ചത്. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഒരിക്കലും വിവാഹത്തെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ കാമുകന്റെ സ്ഥാനത്ത് പുള്ളിക്കാരനെ സൃഷ്ടിക്കുകയോ എൻ്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് പുള്ളിക്കാരനെ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു സൗഹൃദമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. ബട്ട് എൻ്റെ സുഹൃത്തിന്റെ പല മിസ്റ്റേക്കുകളും ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെല്ലാം നമ്മള് അതിന് അയോഗ്യരല്ല എന്ന് പലപ്പോഴും പറഞ്ഞു പറയാതെ പറയുന്ന ചില ഇതുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ സമയം, അത് ഞാൻ മനസ്സിലാക്കാൻ സമയം എടുത്തു. അതാണ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ ഡ്രീം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നോക്കി കാണുന്നത് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെയാണ്. അപ്പം ഇനി എന്താണ് ഡ്രീം, ഇനി എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? മനുഷ്യന്റെ ഡ്രീമുകൾ അവസാനിക്കുന്നില്ല. നമുക്കത് പ്രകടമാക്കാം, നമുക്കത് പറയാം. ഒരു മൃഗത്തിന്റെ ഡ്രീമുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ? അതിന് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളതായിരിക്കും, അത് മാത്രമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നൊരു കാർ എടുത്താൽ അതിനപ്പുറത്ത് അടുത്ത ഡ്രീം വരികയാണ്. അതിൽ സക്സസ് ആകുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ അത് നേടുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഓരോ ചിന്തകളും. അപ്പൊ ആ ചിന്തകളിലൂടെ നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കോസ്മെറ്റോളജി കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പണിപ്പുരയിലാണ്. ദുബായില് സെറ്റിൽ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ദുബായില് ഒരു പ്രവാസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പതുക്കെ ദുബായിലേക്ക് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ആവുക, കേരളത്തിനോട് മൊത്തത്തിൽ ഗുഡ് ബൈ പറയുക. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില ഇടങ്ങള് നമുക്ക് തരുന്ന അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഇടങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിപ്പോ എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന ഒരു നാട് ദുബായ് നഗരമാണ്. എങ്കിലും രഞ്ജുമാർ എന്ന വ്യക്തിനെ രഞ്ജുമ്മ ആക്കിയതും ഇത്രയും വലിയ ആളാക്കിയതും കേരളമാണ്. തീർച്ചയായിട്ടും കേരളമാണ്. കേരളം എനിക്ക് തന്നിട്ടുള്ളത് എന്താ എനിക്ക് എടുത്താൽ പൊങ്ങാത്ത അത്രയും സ്ഥാനമാനങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവനിപ്പോ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാനത് ഫീൽ ചെയ്യാണ്.
എയർപോർട്ടിലാണെങ്കിലും ലുലു മാളിലാണെന്നെങ്കിലും ഒരു ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്നിടത്താണെങ്കിലും ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 2 പേരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നോട് വന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ചില ഇടങ്ങള് നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നാൻ വരും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ, ഇത്രയും അനുഭവങ്ങൾ പറയുമ്പോൾ ഇതൊരു മോചനമാണോ ഒരു ഒളിച്ചോട്ടമാണോ എന്ന് നമുക്ക് തോന്നിക്കും. മേ ബി ഒളിച്ചോട്ടമാവാം. ചില ഒളിച്ചോട്ടങ്ങളായിരിക്കാം നമ്മുടെ ലൈഫിന് ഗുണം ചെയ്യുന്നത്. ഞാനൊന്ന് ഒളിച്ചോടി പോകട്ടെ കുറച്ച് നാള് എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാം. അമ്മ എന്തു പറഞ്ഞു? അമ്മ ആസ് യൂഷ്വൽ എൻ്റെ ഓരോ കാര്യങ്ങളിലും മൗനമായിട്ട് സപ്പോർട്ട് ചെയ്യും. നിന്റെ ഇഷ്ടം എന്താണോ അത് നീ ചെയ്യൂ, അത് ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല, നീ എന്തായാലും നല്ല വഴിയെ ചൂസ് ചെയ്യുള്ളൂ എന്ന് അറിയാം. എന്നാലും അമ്മയ്ക്ക് ചില സന്ദർഭങ്ങളിൽ എൻ്റെ സങ്കടമൊക്കെ കാണുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാം എത്രയൊക്കെയാണൊരു സ്ത്രീ ആണല്ലോ, അവൾക്ക് എന്തോ ഒരു മാനസിക പ്രശ്നം ഉണ്ട് എന്ന്. പക്ഷെ അമ്മയ്ക്ക് എന്നോട് ഓപ്പണായിട്ട് ചോദിക്കാനും പറ്റുന്നില്ല. ഒരു പരിധി വിട്ട് മക്കളോട് ചില കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കാം. അമ്മയ്ക്ക് എന്നെയും മനസ്സിലാക്കാൻ പറ്റില്ല, അതും ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ ഓപ്പണപ്പ് ആകാതെ ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാവില്ല. അതാണല്ലോ വ്യത്യാസം. ഇപ്പം ഈ കമ്മിറ്റ്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ, ഞാൻ രഞ്ജിമയുടെ വീട്ടിൽ വന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ഇന്ന ആൾ, ഇത് എൻ്റെ ആള് സ്വന്തം ആൾക്കാരെന്ന രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒപ്പം കുറേ പെറ്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെയുണ്ട്. ഇവരോടൊക്കെ യാത്ര പറയേണ്ടി വരും. അത് കുറച്ച് കഠിനമല്ലേ? അല്ല, നമ്മൾ യാത്രകൾ ഓരോ ഇടങ്ങളിലും ഓരോ സമയത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ ആരും തന്നെ ഇല്ല, ഇപ്പോഴില്ല. അപ്പം ഒരു കാലത്ത് എൻ്റെ വീട് ഒരു ഓർഫനേജ് പോലെ ആയിരുന്നു, ഒരു ഡേ കെയർ പോലെ, മനസ്സിലായോ? അപ്പം അവിടെ വെക്കുന്നു, വിളമ്പുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു. അതൊരു സന്തോഷം നിറഞ്ഞൊരു ലോകമായിരുന്നു. ആ ലോകം പതുക്കെ 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 ആളെണ്ണം കുറഞ്ഞു വരും. ദാറ്റ് ഇസ് റിയാലിറ്റി. എല്ലായിടും അങ്ങനെയാണ്. ഒഴിഞ്ഞു പോക്കൽ എല്ലായിടത്തും ഉണ്ട്. അവസാനം വന്നത് ഞാനും എൻ്റെ കുസിയും അമ്മയും ലാസ്റ്റായി. അപ്പൊ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുവാണ്. പിന്നെ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഹരിണിയാണ്. അപ്പോൾ അവക്ക് ഒരാശ്രയം ഇല്ല. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് എന്നോട് പറയുമ്പം എനിക്ക് അവളെ അടിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഞാൻ അടിച്ചു കളഞ്ഞിട്ടില്ല ആരെയും അടിച്ചു കളയാനും പറ്റത്തില്ല എനിക്ക്. പക്ഷെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സമയം വരുമ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. സൗഹൃദങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്കറിയാം, രഞ്ജിമ അധികം റിവീൽ ചെയ്യാത്ത എന്നാൽ നമുക്കറിയാവുന്ന ഒരു സൗഹൃദമുണ്ട് വേടനുമായിട്ടുള്ളത്. വേടൻ ഈ പറയുന്ന പോലെയാണ്, ഒത്തിരി താഴ്മയിൽ നിന്ന് അടിച്ചമർത്തപ്പെട്ടെന്ന് ഉയർന്നു വന്നൊരു വ്യക്തിയാണ്. പക്ഷെ വീണ്ടും ടാർഗറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ കേസുകളും ഇതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രഞ്ജിമ അറിയുന്ന വേടൻ എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ പേഴ്സണലി വളരെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല വേടനുമായിട്ട്. ഒരു ഹൈ ബന്ധമാണ്. ബട്ട് ഞാൻ പഠിച്ചിരിക്കുന്ന വേടൻ അയാളുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, ലോകത്ത് എല്ലാ വ്യക്തികൾക്കും, ആണിനും പെണ്ണിനും ട്രാൻസിനും ഒക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവിഹിതങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലേ? ഇവിടെ എത്ര അവിഹിതങ്ങൾ നടക്കുന്നു, അല്ലേ? നമ്മുടെ കൺമുന്നിൽ നടക്കുന്നു. കോളേജിലേക്കൊന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി പോകുന്ന പെൺകുട്ടികൾ കോളേജിലേക്ക് തന്നെയാണോ പോകുന്നത്? എൻ്റെ കണ്ണുകളിൽ എത്രയോ പ്രാവശ്യം ഞാൻ മറൈൻ ഡ്രൈവില് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കൊടയുടെ കീഴിലിരുന്ന് കാണിക്കുന്നത് എത്രയോ പേരെ ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടെന്നറിയാം. ഇപ്പോഴെങ്ങല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഓരോ ഇടങ്ങളിലാണ് നടക്കുന്നുണ്ട്. എത്ര ആൺവേശികളുണ്ട് ഇവിടെ നമ്മുടെ കൊച്ചി നഗരത്തിൽ. എത്ര ആൺവേശികളുണ്ട്. ഫോട്ടോ സഹിതം അവർക്ക് വേണ്ടിയിട്ട് ഫോട്ടോസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇയാള് ഇത്ര രൂപ, ഇയാൾ ടൂർ പാക്കേജിന് വരും, ഇയാള് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ഓരോരുത്തരുടെയും ബയോഡാറ്റ വെച്ചിട്ടുള്ള
ആൺവേഷി പുരുഷന്മാർ ഇവിടെ ഉണ്ട് ഇല്ലേ? അത് നമ്മൾ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈമിൽ വേടന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, വേടൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ രീതിയിൽ പാട്ടുകൾ പാടി പതുക്കെ 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 അവൻ കയറി വന്ന ഒരാളാണ്. അപ്പം ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള എന്ത് ബന്ധങ്ങളായിക്കോട്ടെ, അപ്പോൾ അയാള് വാക്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതെല്ലാം സെക്കൻഡറി കാര്യങ്ങളാണ്. ഇതിനെല്ലാം നമുക്ക് പ്രതികരിക്കുവാനുള്ള അവസരങ്ങളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്യുന്നത് എപ്പോഴും വേടന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും അനൗൺസ് ചെയ്യുമ്പോൾ 2 ദിവസത്തിന് മുമ്പ് എവിടുന്നെങ്കിലും ഒരു പീഡന കേസ് പൊങ്ങി വരും. എത്ര പ്രോഗ്രാമുകളാണ് ക്യാൻസൽ ആയി പോകുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് വേടന്റെ പ്രോഗ്രാം കാണാൻ വരുന്ന ഓഡിയൻസ് വേടനെ വെറുക്കണം, വേടനെ ഒരു പ്രതിക്കൂട്ടി നിർത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ബാക്ക് എന്താ സംഭവിച്ചതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒരു 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 സൃഷ്ടാവ് ഒരു കഥ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ എൻഡിലും അയാൾ ഉണ്ടായിരിക്കണം. ഇടയിൽ എവിടെയോ വെച്ചിട്ട് അദ്ദേഹം മാറിപ്പോവുകയാണ്. ബാക്കി എല്ലാം സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കുക, പബ്ലിക്കിന് വിട്ടുകൊടുത്തിട്ട് ഇവർ കഥ ഉണ്ടാക്കിയിട്ട് മാറിപ്പോവുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ വ്യക്തിക്കും അറിയാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അറിയാം. ഇവർക്കിടയിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പീഡനമാകുന്നു, അല്ലെ? ഫിസിക്കൽ അബ്യൂസ് ആവുന്നു. അത് കൺസേൺ ഇല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ പറയാൻ, പണ്ടത്തെ കാലമാണെന്നുണ്ടെങ്കിൽ അഭിമാനം ഓർത്ത്. എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ സ്റ്റക്കായി പോയിട്ടുണ്ട് സീരിയസ്ലി. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ കമന്റ് വരും, ഇവക്കടെ എവിടെ കയറി പിടിക്കാൻ, അതെല്ലാം വെച്ചുകെട്ടല്ലേ, ഇവക്ക് ഒറിജിനൽ അല്ലല്ലോ എന്നുള്ള കമന്റ് വരും. ഈ അടുത്ത് ദുബായിൽ വെച്ച് ഒരു പരിപാടിക്ക് മലയാളികളെല്ലാം അടങ്ങുന്ന ഒരു പ്രോഗ്രാമിന് ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടി പോയി ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ഡോറിലേക്ക് കിടക്കുമ്പോൾ ഡോർ ക്ലോസ് ചെയ്തിരിക്കുക. അത് തുറക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഒരു എന്താ പറയാ ആഫ്രിക്കനാണ്. അപ്പൊ അയാളോട് സംസാരിച്ച് നിൽക്കാൻ നമുക്ക് പോയി. അപ്പൊ ഒരു മലയാളി ഒരു അപ്പാപ്പൻ ഇങ്ങോട്ട് വന്നിട്ട് ഡോർ തുറക്കുന്നത് പോലെ നിന്നിട്ട് അയാൾ എൻ്റെ ബ്രസ്റ്റിന്മേല് ഒന്നല്ല പല ആവർത്തി എന്റെ ബ്രസ്റ്റിന്മേല് കൈവച്ച് അമർത്തുവാണ്. അങ്ങോട്ട് ഇങ്ങനെ 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 കൈവച്ച് അമർത്തുവാണ്. ഞാൻ സ്റ്റക്കായി പോയി സത്യമായിട്ട്. കുലസ്ത്രീ ചമയാണോ ശീലാവതി ചമയാന്നൊക്കെ കമന്റുകൾ വന്നേക്കാം, അല്ലെങ്കിൽ നിന്നെയൊക്കെ പോലുള്ളവൾമാരെ എന്ത് ചെയ്യാനാണ്, നീ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാം. കമന്റ് വന്നാൽ ഇത് എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ അന്നേരം പ്രതികരിക്കാതെ ഞാൻ അപ്പുറത്ത് പോയിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ അപ്സെറ്റ് ആയിപ്പോയി. ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു അപ്പാപ്പൻ, ഒരു അച്ഛന്റെ പ്രായമുള്ള ഒരാള്, അത്രയും നല്ലൊരു പ്രോഗ്രാം നടക്കുന്നു, ഞാൻ അവിടെ പ്രതികരിച്ചാൽ ഇവിടെയും വന്നു വെറ്റകളെ പോലുള്ള. അപ്പന്റെ പ്രായമാണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അവിടെ വില പോകില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സീരിയസ്ലി എനിക്കറിയാം. ആ ഓഡിയൻസിന്റെ മുമ്പിൽ ഞാൻ അയാളുടെ ചെകിടത്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവറ്റകൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവറ്റകൾ എന്നുള്ള ഒരു പേര് ചേർത്ത് നമ്മളെ മാറ്റി നിർത്തും. അതാണ് സൊസൈറ്റി. കാര്യം എത്രയൊക്കെയാണെങ്കിലും ഈ ലോകം ഉണ്ടായ കാലം മുതൽ ജെൻഡറിന്റെ പേരിലും സെക്സിന്റെ പേരിലും സെക്ഷുവാലിറ്റിയുടെ പേരിലും പണത്തിന്റെ പേരിലും പദവിയുടെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും കുടുംബ മഹിമയുടെ പേരിലും ഒക്കെ വേർതിരിവുകൾ നടക്കുന്നുണ്ട്. അതിന് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് അതിന് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ പറ്റില്ല. അപ്പൊ ഈ ലോകം അവസാനിക്കുമ്പോഴും ഇതിവിടെ നിൽക്കും. എന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ പ്രോഗ്രാമിനെ ബാധിക്കും. ഒരു സെക്കൻഡിലേക്ക് മാത്രമാണ് ഞാനത് ചിന്തിച്ചത്. പക്ഷെ ഞാൻ ഡോർ തുറന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പ്രതികരിക്കാതെ പോയത് മോശമായി പോയി. അതെന്റെ തെറ്റ്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. പ്രതികരിക്കാൻ ഒരു സമയം നമുക്ക് കിട്ടുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ഇത് അറിയിക്കേണ്ടവരെ നിങ്ങൾ അറിയിച്ചില്ല. അവിടെയാണ് പറയുന്നത് സ്പോട്ടിൽ റിയാക്ട് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഇനി പറഞ്ഞിട്ടല്ല. ഞാനിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് ഞാൻ സ്റ്റക്കായി പോയി. പക്ഷെ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ചേഷ്ട മാത്രമായിരുന്നു.
ഞാൻ അയാൾക്ക് സപ്പോർട്ടിങ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എന്നെ പുറകെ വരും. തീർച്ചയായിട്ടും ഒതുങ്ങിയ ഒരു സ്ഥലം അയാൾ കണ്ടുപിടിക്കും, അവിടത്തേക്ക് അയാൾ എന്നെ ക്ഷണിക്കും. അവിടെ ഞാൻ ചെല്ലുവാണെങ്കിൽ ദാറ്റ് ഇസ് മൈ കൺസേൺ, ഇല്ലേ? അതെ, അത് കൺസേൺ അല്ലേ? അതെ. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. ഭൂരിപക്ഷം അത് ഇവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ ചോദിക്കുന്നുള്ളൂ. വേടം വിളിച്ച പലയിടങ്ങളിലും പോകാൻ പറ്റുമായിരുന്നു, അല്ലേ? അനുവാദമില്ലാതെ ഡ്രസ്സിന്റെ ഹൂക്ക് അഴിക്കാൻ പറ്റുമായിരുന്നു, അതെ. അനുവാദമില്ലാതെ ടു ബി വെരി ഓണസ്റ്റ്, അനുവാദമില്ലാതെ പാൻറ്റീസ് അഴിക്കാൻ പറ്റുമായിരുന്നു. വേടൻ ഫിസിക്കലി അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ they will remove, അല്ലേ, everything. അതെ. അതെങ്ങനെ സംഭവിച്ചു? പക്ഷെ അതിന് ഞാൻ ചോദിക്കട്ടെ, വേടൻ മയക്കുമരുന്ന് കൊടുത്തിട്ടാണോ കൊണ്ടുപോയത്? വേടൻ വല്ല ജ്യൂസിൽ വല്ല ഇതും കൊടുത്തിട്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ ജസ്റ്റ് ആസ്ക് യു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുവാണ്, വേടന്റെ കൂടെ ട്രാവൽ ചെയ്ത സമയത്ത് ജ്യൂസിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചു, അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ വേടന്റെ വീട്ടിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി, ഇത് സംഭവിച്ചതാണോ? എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചതായിട്ട് പുറമേ വന്നിട്ടില്ല. ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേടനാണ് തെറ്റുകാരൻ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ ആലോചിക്കുവാണ്, ഞാൻ എൻ്റെ സൗഹൃദത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്റെ കൺസേണോടുകൂടി ഞാൻ ആസ്വദിച്ചതാണ്. ഞങ്ങളത് ബ്രേക്കപ്പ് ആവുമ്പോൾ നീ അങ്ങനെ എന്നെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ല, ഞാൻ ഒരിക്കലും പറയില്ല. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നല്ല രണ്ടല്ല, പല ആവർത്തികൾ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് മീഡിയയുടെ മുമ്പിൽ നല്ല പുള്ള ചമഞ്ഞ് എന്റെ വസ്ത്രങ്ങൾ അഴിച്ചത് അവനാണ്. എന്റെ കൺസേൺ ഇല്ലാതെയാണ് അവൻ എന്റെ വസ്ത്രങ്ങൾ അഴിച്ചത്. ഒരു വസ്ത്രം അഴിക്കാം, 2 വസ്ത്രം അഴിക്കാം, 3-ാമതും വസ്ത്രം അഴിക്കുമ്പോൾ കുതറി മാറാനും ചവിട്ടി ഇതാക്കാനും പറ്റും. ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു അഡ്വക്കേറ്റിന്റെ ഒരു കാര്യം ഓർമ്മ വരും. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. പണ്ടെങ്ങാണ്ട് നടന്ന ഏതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം വാദിക്കുന്ന കേസുകളെല്ലാം വിജയിക്കും അത്രേ. അപ്പൊ ഏതോ ആളൂരൊക്കെ ഈ അടുത്തുള്ള ജനറേഷനിലാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കൊല്ലം ജില്ലയിലെങ്ങാണ്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ തലമുറകൾ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ന്യൂസ് ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് അറിയാവുന്നവരെങ്കിലും അത് ഓർത്തെടുക്കും. അദ്ദേഹം ഒരു ബലാത്സംഗ കേസ് വാദിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഇങ്ങനെ വാദം നടക്കുകയാണ്. അപ്പം ഇദ്ദേഹം ഒരു സൂചി ഇങ്ങനെ ഇട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റിന്റെ കയ്യിൽ ഒരു നൂല് കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സൂചി വെച്ചു. അദ്ദേഹം ഇങ്ങനെ ഇട്ട് കറക്കുക, കൊരുക്കാൻ പറയുക. ഈ സൂചിയിലൂടെ നൂല് കൊരുക്കാൻ പറയുകയാണ്. കൊരുക്കാൻ പറ്റും. അദ്ദേഹം ഈ സൂചി നിർത്തി, സ്റ്റോപ്പ് ചെയ്ത് നൂല് കൊരുത്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ആൻസർ എന്നാണ് പറഞ്ഞത്. കൺസേൺ ഇല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. ഈ സൂചി ചത്ത് കിടക്കുവല്ലായിരുന്നു, ഈ സൂചിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഈ ജീവനുള്ള സൂചി ആയതുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടേയിരുന്നത്. അതുകൊണ്ടാണ് ഈ നൂല് കൊടുക്കാൻ പറ്റാതായത്. ഈ സൂചി നിശ്ചലമായി, കൺസേൺ കൊടുത്തു എന്നാണ് അദ്ദേഹം അവിടെ വായിച്ചത്. എനിക്കറിയത്തില്ല, എന്റെ വീട്ടില് അമ്മയും അച്ഛനും ആരൊക്കെയോ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഏതോ ഒരു അഡ്വക്കേറ്റിന്റെ ഗ്രൂപ്പിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. ഇത് കഥയാണോ റിയലായിട്ടൊന്നുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് വിവാദമായിട്ടുള്ള കേസുകളുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ പല കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറയാം, വീട്ടുമുറ്റത്തിരുന്ന് കളിച്ച 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് there is not concern. ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒന്നും അല്ലേ, ഒന്നും അറിയത്തില്ല. അത് മിണ്ടപ്രാണിയെ പോലെയാണ്. അതിന്റെ മുമ്പിൽ ഒരു പാവക്കുട്ടി ഇരിക്കുന്നു, അതിനെ കളിപ്പിക്കുന്നു, അതിനെ പൊക്കി എടുത്തോണ്ട് പോയി ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന അമ്മ MDMA പോലത്തെ ലഹരി മരുന്ന് ഉപയോഗിച്ച് വന്നു കയറി അമ്മേനെ ഫിസിക്കലി അബ്യൂസ് ചെയ്തില്ലേ പാലയിലെങ്ങാണ്ട്. മകൻ സ്വന്തം സഹോദരി പ്രഗ്നന്റ് ആയി, അച്ഛൻ വഴി പ്രഗ്നന്റ് ആയി. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അച്ഛൻ പ്രഗ്നന്റ് ആക്കിയിരിക്കുന്നു പറയുന്നത്. കൂട്ടുകാരിയുടെ അമ്മയെ രാത്രി കാലങ്ങളിൽ കൂട്ടുകിടക്കാനായിട്ട് കൂട്ടുകാരൻ പോകുന്നു. കൂട്ടുകാരി ഇല്ലാത്ത സമയത്ത് കൂട്ടുകാരന്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ കൂട്ടുകാരിയുടെ അമ്മേനെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരന്മാര്. കൂട്ടുകാരന്റെ സ്വന്തം സഹോദരിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന കൂട്ടുകാരന്മാര്, അല്ലേ?
ഇതെല്ലാം ഈ ചുറ്റുവട്ടത്ത് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബിഗ് ബോസ് ഈ അടുത്തിറങ്ങിയ വേദലക്ഷ്മിയുടെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് സംസാരിക്കേണ്ടി വരും. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതെ, ആ കുട്ടിയുടെ മകന്റെ ജെൻഡറും സെക്ഷുവാലിറ്റിയും സെക്സും നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് നിർണയിക്കപ്പെട്ട കാര്യമാണ്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ കുട്ടി മാത്രമാണ്. എൻ്റെ മക്കൾ എങ്ങനെ വളരണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം മാത്രമാണ്. ഇല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം മാത്രമാണ്. അത് അവരെങ്ങനെ പോകുന്നു എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലേ? അപ്പം നമ്മൾ തമ്മിൽ വർത്തമാനം പറഞ്ഞിരുന്നത് കൊണ്ടോ എൻ്റെ ചേഷ്ടകൾ കണ്ടിട്ടോ നിങ്ങൾക്ക് എന്നെ ഒരു കോമഡി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മിമിക്രി ആയിട്ട് അനുകരിക്കാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആ ജെൻഡർ വൈവിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് വരുന്നുള്ളൂ. ഇല്ലേ? നിങ്ങളിലുള്ള സെക്ഷുവാലിറ്റി വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റിയിൽ ചോയ്സുകളുണ്ട്, ഒരുപാട് ചോയ്സസുകളുണ്ട്. എനിക്ക് ചിലപ്പോൾ നിറം ഒരു ഘടകമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഹെയറി ആയിട്ടുള്ള ഒരു ബോഡി ഘടകമായിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കലി അപ്പിയറൻസ് ഉള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല തരങ്ങളും ആയിരിക്കാം. ഇപ്പൊ ചിലയിടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ സ്ത്രൈണ സ്വഭാവമുള്ള പുരുഷന്മാരെ നമുക്ക് കാണാം, അല്ലേ? അവർ നടന്നു പോകുന്നത് ഒരു പ്രത്യേക താളത്തിലായിരിക്കും, അവർ സംസാരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അവരുടെ സെക്ഷുവാലിറ്റി ഒരിക്കലും ഒരാണിനോടായിരിക്കില്ല, അവർക്ക് പെണ്ണിനോട് തന്നെ ആയിരിക്കും അവരുടെ സെക്ഷുവാലിറ്റി ഫീൽ ചെയ്യുന്നത്. അവരുടെ സെക്സ് എപ്പോഴും മെയിലിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്, അവരുടെ ജെൻഡറും അതിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവർ അപ്പിയറൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു എന്ന് മാത്രം. അവരത് എന്ന് റിവീൽ ചെയ്യുന്നു അതാണ് അന്ന് മാത്രമേ ആവുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിവിൻ, ബിഗ് ബോസിലെ നിവിനെ പുറത്തറിയാമെന്ന് തോന്നുന്നു രഞ്ജുമ്മയ്ക്ക്. ആൾ ഇതുവരെയും ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടില്ല, പക്ഷെ പല രീതിയിലും പല ചർച്ചകളും നടക്കുന്നുമുണ്ട്. ഇങ്ങനെ നിവിൻ ഗേ ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത്തരം ആൾക്കാരോട് എന്താ സംസാരിക്കാനായിട്ടുള്ളത്? അല്ല, അതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മിഥ്യാധാരണകൾ വരുത്തുന്ന ഒരുപാട് ഈ പ്ലസുകൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. LGBTQI+++++. ഈ പ്ലസുകളൊക്കെ വരുന്നത് സിസ് ജെൻഡേഴ്സിലാണ്. There is not a transgender. അവരൊരിക്കലും ട്രാൻസ്ജെൻഡർ അല്ല. LGBT-യിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉള്ളത്. അവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ട്രാൻസ് വുമൺ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ട്രാൻസ് വുമൺ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര് എപ്പോഴും അവരുടെ ഹോർമോൺ തെറാപ്പികളും അവരുടെ സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ബോഡിയുടെ അപ്പിയറൻസ് ടോട്ടലി ചേഞ്ച് ആകണം. അവരുടെ ഉള്ളിൽ അവരുടെ സ്ത്രീസങ്കല്പം എങ്ങനെയാണോ അതുപോലെ ആയി വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ? അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഓരോ ചേഷ്ടകളും അതിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അവർ അത്രയും ഭീമമായിട്ടുള്ള ചെലവുകൾ വഹിച്ച് സർജറികൾ ചെയ്യുന്നു, ബ്യൂട്ടി സർജറികൾ ചെയ്യുന്നു, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നു, സ്കിൻ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നു. ഇതെല്ലാം അറ്റ് ദ സെയിം ടൈമിൽ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഓപ്പോസിറ്റ്, അവർ സർജറി ചെയ്യുന്നില്ല, അവര് ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്, ഫീമെയിൽസിന്റെ ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്, ദെൻ സ്കിൻ ലേസർ ചെയ്യുന്നുണ്ട്, മുടി നീട്ടി വളർത്തുന്നുണ്ട്, മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നുണ്ട്, സ്കിന്നിലെ മുടികളെല്ലാം റിമൂവ് ചെയ്യുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്, ഐബ്രോസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് അവർ സർജറി ചെയ്യുന്നില്ല. അവിടെയാണ് ഈ ഒരു സംസാരം വരുന്നത്. അപ്പൊ ഇവരിങ്ങനെയാണല്ലോ, അവരങ്ങനെയാണല്ലോ. അത് അവർ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വിഭാഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്നെ മനുഷ്യനായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നവരുണ്ട്, എന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്, എന്നെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നു. അറ്റ് ദ സെയിം രഞ്ജുമാർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറയുന്നു, എന്നെ ഒരു സ്ത്രീ ആയിട്ട് കണ്ടുകൂടെ, ഞാൻ അതിലേക്കാണ് യാത്ര ചെയ്തത്. ഇല്ലെങ്കിൽ ഇത്രയും വേദനകൾ സഹിച്ച് എൻ്റെ ബോഡിയെ ഫിറ്റാക്കി എടുത്ത് ഇത്രയും ലേസർ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഇത്രയും ഞാൻ എൻ്റെ അപ്പിയറൻസ് മാറ്റിക്കൊണ്ട് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പക്ഷെ രഞ്ജുമാർ എന്നൊരു വ്യക്തി അതിനു വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി അവിടെ കൊടുത്തു കഴിഞ്ഞു. ഞാൻ കംപ്ലീറ്റ്ലി എന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇത് എത്രത്തോളം ഇതിപ്പം വിവാദമാവോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ സംസാര വിഷയമാകാം. ജാസി
ജാസിക്ക് പേടിയാണ് ഡൗൺ സർജറി ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പുറത്ത് പോകുമ്പോൾ സ്ത്രീ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയാണ് ആൾക്കാരുടെ പല പേരുകൾ ഇപ്പം വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ കുണ്ടൻ എന്ന പേര് വിട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ തെറ്റു പറയാൻ പറ്റും. സൊസൈറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിലുള്ള ഈ പ്രോബ്ലംസുകൾ വളരെ അറിയാവുന്നവരാണ് ഇവര്, മനസ്സിലായോ? അവിടെ പുറത്ത് നമ്മുടെ പാസ്പോർട്ടിൽ നമ്മൾ ആരാണ്, നമ്മുടെ ജെൻഡർ കോളത്തിൽ നമ്മൾ എന്താണ്, അതല്ലാത്ത ഒരാൾ നടന്നു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡിൽ അവര് റിജക്ട് ചെയ്യും. അവരെ വാൺ ചെയ്ത് അവിടെ രാജ്യം കടത്തി വിടും, മനസ്സിലായോ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കേരളം ഇത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് സ്ത്രീകളോടൊപ്പം ഇരിക്കുന്നു, സ്ത്രീകളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു. പക്ഷെ ഒരാള് പ്രതികരിച്ചാൽ മതി. ബാത്റൂമിൽ കയറുമ്പോൾ സർജറി ചെയ്യാത്ത ഒരു ലേഡീസിന്റെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരാള് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആറ്റം ബോംബായിട്ട്. അല്ല, ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് ഇത്തരം വിഭാഗക്കാരെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറയും. പക്ഷെ ഇവിടെ ആ വ്യക്തി സർജറി ചെയ്യാൻ പേടിയാണെന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള. അപ്പം ആരെയാണ് കുറ്റം പറയണ്ടേ? സമൂഹത്തിനെയാണോ ആ വ്യക്തിനെയാണോ കുറ്റം പറയണ്ടേ? എനിക്കറിയത്തില്ല. സർജറി ചെയ്യാൻ ഭയമാണെന്നുണ്ടെങ്കിൽ ഹൂ ആം ഐ, അതിലൂടെ ജീവിക്കുക. ഈ വസ്ത്രം ധരിച്ച് സ്ത്രീകളുടെ ബാത്റൂം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു നിയമം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടു കൂടി ഫ്രീഡം ആസ്വദിച്ചുകൊണ്ട് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ്. അറ്റ് ദ സെയിം ടൈമിൽ സർജറി ചെയ്യാത്ത ഒരാൾ പുറമെ നിൽക്കുമ്പോൾ എൻ്റെ നെഞ്ച് വേദന വരും. ഒരു കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ ഫേസ് ചെയ്തത്. പക്ഷെ എനിക്ക് അവരെ ഫോഴ്സ്ഫുള്ളി സർജറി ചെയ്യിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സർജറി ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ആ വ്യക്തിയുടെ മാത്രം തീരുമാനമാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും സർജറി ചെയ്ത് അപ്പും ഡൗണും ചെയ്തതിന് ശേഷം മാത്രം ഈ വേഷം ഇട്ട് നടന്നാൽ മതി, പോരെ? അത് നമ്മൾ പറയുന്നു. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമായിട്ട് നിലനിൽക്കവേ നമുക്കത് പറയാനുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രാൻസ് വുമൺ ആണെന്ന് പറയേണ്ട കാര്യമില്ല. അല്ല, പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. ആസ് എ ട്രാൻസ്ജെൻഡർ, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, എന്റെ ജെൻഡർ ചേഞ്ച് ആയതാണ്. ആ ജെൻഡർ എന്താണെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല ഇപ്പോഴും. അതെ, അതിനൊരു ഒരു എഡ്യൂക്കേഷന്റെ കുറവും കൂടെ ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ നടക്കുമ്പോഴാണ് ആളുകൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള സംസാരം വരുന്നത്. ജെൻഡർ മൂന്നും ഇതാണ്. അതെ, മനസ്സിലായോ? അപ്പൊ ആ ജെൻഡർ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ജെൻഡർ, ആ ജെൻഡറിലേക്കിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതാണ് ഇത്. സെക്സ് റീഅസൈൻമെന്റ് സർജറി ചെയ്ത് എന്റെ ജെൻഡർ പൂർണ്ണമായിട്ട് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ സെക്സ് അവിടെ ഉണ്ട്, എന്റെ ജെൻഡർ ഇവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർ ട്രാൻസ്ജെൻഡർ ആയിട്ട് നിൽക്കുകയാണ്. സെക്സ് റീഅസൈൻമെന്റ് ചെയ്തിട്ടില്ല, ജെൻഡറിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അത് പറ്റാത്തത് കൊണ്ട് എന്റെ സെക്സ് ഞാൻ റിമൂവ് ചെയ്ത് എന്റെ ജെൻഡറിൽ മാറി എന്റെ ജെൻഡറിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇതാണ് അവര് സർജറി ചെയ്യാത്തവരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. സർജറി ചെയ്തവർ കൊടുക്കുന്ന അറിവുകളും സർജറി ചെയ്യാത്തവർ കൊടുക്കുന്ന അറിവുകളും ഇതിനിടയിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത്തരം പ്രവണതകൾ കൊണ്ട് സൊസൈറ്റിയിൽ പ്രൊഫഷണൽ മേഖലകളിൽ നിൽക്കുന്ന ട്രാൻസ് വുമൺസിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, സൂര്യ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഹരണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പിങ്കി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പിങ്കി വിശാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സീമ വിനിത് അവൾ സർജറി ചെയ്തതാണ്. അപ്പൊ ഇവരെല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇനിയുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സർജറി കഴിഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. മോനിഷ കോഴിക്കോടുള്ള, അലീന, ഇവരെല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്, സർജറി കഴിഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ നടക്കുമ്പോൾ ഇവരെല്ലാം സംശയത്തിന്റെ നിഴല ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. സീമനെ വിളിക്കണോ, സൂര്യനെ വിളിക്കണോ, രഞ്ജുവിനെ വിളിക്കണോ, ഇങ്ങനൊരു കൺഫ്യൂഷൻ വരും. ഇവര് ശരിക്കും
ഇത് തന്നെയാണോ ആ വീഡിയോയിൽ കണ്ടതുപോലെ ആണോ, അതെ. അല്ലെങ്കിൽ അയാൾ പറഞ്ഞതുപോലെ ആണോ എന്നുള്ളത് അവിടെ ഒരാളെങ്കിലും എതിർക്കും. അതെ. നിങ്ങൾക്ക് വേറെ പണിയില്ലേ, ഇവിടെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സേഫ് സോൺ ആണ് പെൺകുട്ടികൾക്ക്. അവർ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാമോ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുകയും അവർക്ക് സാരി ഡ്രേപ്പിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ബട്ട് എന്റെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരെ, എന്റെ അനസ്തേഷ്യ എന്റെ ബോഡിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ, സൂര്യാണ് എനിക്ക് കൂട്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ, അപ്പൊ അവളെടുത്ത് ഫോൺ ഓൺ ചെയ്ത് തന്നിട്ട് ഞാൻ ഓരോരുത്തരെ ഞാൻ വീഡിയോ കോൾ ചെയ്യുവായിരുന്നു. മമത മോഹൻദാസിനെ, രമ്യ നമ്പീശനെ, കാവ്യനെ, ഭാവനനെ, പേളിമണീനെ ഒക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുവാണ്. ഞാനിങ്ങനെ വീഡിയോ, എനിക്ക് ലോകം കീഴടക്കിയതുപോലെ, മനസ്സിലായോ? അപ്പൊ ആ ഒരു സന്തോഷവും അഭിമാനവും ഞാൻ നേടിയെടുത്തത് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇപ്പം ജാസിക്ക് സർജറി ചെയ്യാൻ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് സൊസൈറ്റിയുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഇപ്പൊ മോള് ചോദിച്ചതുപോലെ, പിന്നെ എന്തിന് നിങ്ങൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നു എന്നുള്ളത് ഒരു മൗലിക അവകാശമാണ്, ഒരു മനുഷ്യന്റെ മൗലികമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൗലിക അവകാശം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്കിപ്പോ ആണിന് ഈ വേഷം, പെണ്ണിന് ഈ വേഷം എന്ന് ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ സമൂഹത്തിന്റെ കാഴ്ച. അല്ല, ഞാൻ പറഞ്ഞത് ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മൗലിക ഏത് വേഷം ധരിക്കണം എന്നുള്ളത് തീരുമാനം. ഇദ്ദേഹത്തിന്റെ മൗലിക അവകാശം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിന്റെ മൗലിക അവകാശം തന്നെയാണ്, നിങ്ങൾ എന്തിനു ഈ വസ്ത്രം ധരിക്കുന്നത്, നിങ്ങൾ സ്ത്രീയായി മാറിയിട്ടില്ലല്ലോ. അങ്ങനെ ചോദിക്കാനും പറ്റും. ആ ഒരു ചോദ്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ലക്ഷ്മിയുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ അത് ലക്ഷ്മിയുടെ മാത്രം ഒരു സ്റ്റേറ്റ്മെന്റ്. അതെ, ലക്ഷ്മിയുടെ മാത്രമാണ്. ലക്ഷ്മിക്ക് അങ്ങനെയുള്ള ഒരാളെ ചിലപ്പോൾ ലക്ഷ്മിക്ക് ആതിരേനെയും മാത്രമായിരിക്കും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ചിലപ്പോൾ മറ്റുള്ള ഒരു ട്രാൻസ് പേഴ്സണെ അല്ലെങ്കിൽ ട്രാൻസ് വുമനെ ചിലപ്പോൾ ലക്ഷ്മിയുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേ ലക്ഷ്മി തന്നെ സോഷ്യൽ മീഡിയയിൽ ഗേ കപ്പിളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പം ആ ഒരു സന്ദർഭത്തില് എനിക്ക് തോന്നുന്നത്, ആ ഒരു സന്ദർഭത്തില് ലക്ഷ്മിയുടെ വായില് വന്നുപോയി ആ ഒരു വാക്ക്. പിന്നെ ലക്ഷ്മി ഒരു നിലപാടുള്ള സ്ത്രീയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ലക്ഷ്മിക്ക് അതിൽ നിന്ന് മാറാനും പറ്റും. രഞ്ജിമ ഇവിടെ ഇരിക്കുമ്പോ പാട്ട് പാടാതെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം പാട്ടിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാം. എന്റെ പാട്ട് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നതാണ്. പാട്ടറിയാവുന്നവര് എന്നോട് ക്ഷമിക്കണം. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീബി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. അടിപൊളി. അപ്പം കുറേ സംസാരമായി, കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. എന്നിരുന്നാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്.